മീൻസ് റൊമാൻറ്റിക് ഫാമിലി ഡ്രാമയാണ്. പിന്നെ വെച്ചാൽ മിരാസിൻ്റെ ആക്ടിങ് സൂപ്പറാണ്. സോങ്സ് ഒക്കെ നല്ലതാണ്. പിന്നെ സ്റ്റോറി ലൈൻ ഒരു ആവറേജ് ആണ്. അപ്പോൾ കണ്ടിരിക്കാം, നമുക്ക് വൺ ടൈം വാച്ചബിളാണ്. കംബാക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ സ്റ്റോറി ലൈൻ ആവറേജ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ആക്ടിംഗ് ഒക്കെ സൂപ്പറാണ്. മിരാസിൻ്റെ ആക്ടിംഗ് എല്ലാം സൂപ്പറാണ്. പിന്നെ നരേനും മിരാസിൻ്റെ നമ്മുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ സൂപ്പറാണ്. പിന്നെ നല്ലൊരു ഒരു ഒട്ടും ബോറില്ല മൂവിക്ക്. നല്ലൊരു വർത്തബിളാണ് മൂവി. വാച്ച് ചെയ്തിട്ട് ബോറില്ല മൂവിക്ക്, ലാഗൊന്നുമില്ല. ആണ് ഫുൾ 100% ഒരു മീര യാസ്മിൻ ചിത്രം. പിന്നെ നല്ല കോമഡിയാണ്. പിന്നെ പത്മകുമാറിൻ്റെ ഒരു വെറൈറ്റി പടം. പത്മകുമാർ വലിയ സീരിയസ് പടമായിരുന്നു പുള്ളി ചെയ്തിട്ടുള്ളത്. അത് മാറി ഒരു കോമഡി ലൈനിലേക്ക് പുള്ളി കണ്ട് അത് വിജയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കാണാം ഫാമിലി ആയിട്ട്. അല്ല, മീരാസ്മിന് നന്നായിട്ടുണ്ട്. മീരാസ്മിന് നല്ല നല്ല ഫാമിലി പടമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ നല്ല പടം. കുഴപ്പമില്ല കേട്ടോ, നല്ല പടം. അതായത് ക്യൂൻ എലിസബത്ത്, അത് പേര് പോലെ തന്നെ ഒരു ലേഡിയുടെ ഒരു ശക്തമായ ഒരു കഥാപാത്രം. അതിൽ ഇപ്പം ചെറിയൊരു ലാഗ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ആ കഥ പോണ രീതി അങ്ങനെയാണ്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ അതിലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഇതിൽ വിഷ്വൽസൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് നേച്ചറൊക്കെ നല്ല രീതിയിൽ കാട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്ടിംഗ് വൈസാണ് കിടലായിട്ട് നിൽക്കണം. എന്തായാലും മീര ജാസ്മിൻ്റെയും നരേൻ്റെയും നല്ലൊരു കോംബോ, എന്തായാലും നല്ലൊരു തിരിച്ചു വരവ് മീര ജാസ്മിൻ്റെ. അങ്ങനെ പറയും. സീരിയസ് ആയിട്ട് ഭയങ്കര നല്ല മൂവിയാണ്. നമുക്ക് ഭയങ്കര